ഓം ശാന്തി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ടെൻഷൻ ഇല്ലാതെ ശാന്തമായ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുന്നവർ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ തന്നെയാണ്. ഒരുപക്ഷെ ധനം നിറയുള്ളവർ, ഒരുപാട് ആളുകൾ ചുറ്റുമുള്ളവർ, വലിയ പദവിയുള്ളവർ, എന്നിട്ടും ടെൻഷൻ കൊണ്ട് ഉറക്കമില്ലാതെ ഗുളിക കഴിക്കേണ്ടി വരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്കഥവാ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ മേലെ പൂർണ്ണമായ നിയന്ത്രണം നേടാൻ കഴിയുന്നുവെങ്കിൽ, അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശാന്തമായ മനസ്സോടുകൂടി സ്വസ്ഥമായ മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വലിയ ഭാഗ്യശാലി തന്നെയാണ് നിങ്ങൾ. ഒരു കാര്യം, ഈ കലിയുഗത്തിൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ ടെൻഷൻ 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 എന്ന് പറയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുത്തശ്ശിമാർ വരെ ഉണ്ടാവില്ല. ഈ ടെൻഷൻ എന്ന ശബ്ദം അറിയോ നിങ്ങൾക്ക്? TENSION ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. T മീൻസ് ടെമ്പർ ടാൻട്രം. ഒരാൾക്ക് തൻ്റെ ക്രോധത്തിൻ്റെ മേലെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുക, എന്താണ് ചെയ്യുക, ഒരു വിധത്തിലുള്ള വിചാരങ്ങളും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ശേഷം അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ, ചെയ്തു പോയല്ലോ, വേണ്ടായിരുന്നു, കഷ്ടമായിപ്പോയി, പിന്നെ മാപ്പ് ചോദിക്കൽ, പിന്നെ വിഷമിക്കൽ, പിന്നെ സോറി പറയൽ. അപ്പോഴത്തേക്കും മുറിച്ച മുറിവിൽ നിന്ന് ചോര ഒഴുകുകയായിരിക്കും. ആ കേട്ട ആളുടെ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എത്ര സോറി പറഞ്ഞാലും ആ വേദന ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു മുറി പറ്റിയാൽ ആ മുറിയിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന് സോറി അറിയാതെ എൻ്റെ കൈ കത്തി കൊണ്ടിട്ട് മുറിഞ്ഞതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ആ മുറിവ് നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയില്ല. ഇൻ ദ സെയിം വേ, വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ച ശേഷം അയ്യോ സോറി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എന്നാലും ആ ഏറ്റ മുറിവിൻ്റെ വേദന അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം അത് ഹീൽ ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് തുടർച്ചയായിട്ടുണ്ടാകുന്നതായിരിക്കുന്ന നെഗറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻ്റെ, ദുഃഖത്തിൻ്റെ, ശോകത്തിൻ്റെ വൈബ്രേഷൻ അഥവാ സങ്കടത്തിൻ്റെ വൈബ്രേഷൻ, ഇറിറ്റേഷൻ്റെ വൈബ്രേഷൻ, അതിങ്ങനെ കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ ആവശ്യം നമ്മുടെ ക്രോധം അഥവാ ഈസിലി ഇറിറ്റേറ്റഡ് ആവുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ മേലൊരു കൺട്രോളിംഗ് ആണ്. അതിൻ്റെ ഘടകം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരാൾക്ക് വേഗം ദേഷ്യം വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈഗോ ലെവൽ ഹൈ ആണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അതുകൊണ്ട് ഈഗോ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ദേഷ്യം നമുക്ക് വളരെ വേഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈഗോ കുറയ്ക്കാൻ എന്താ വേണ്ടതെന്നറിയോ? ദ റിയൽ സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ടായിരിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ എൻ്റെ കർമ്മം ചെയ്യുന്നു, എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, അത് വെറുതെ ആസ് എ നോളജ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിനെ തൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും പ്രാക്ടിക്കലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോയ്ക്ക് പകരം ശുദ്ധ അഹങ്കാരത്തിലേക്ക്, അശുദ്ധ അഹങ്കാരത്തെ ഈഗോ എന്ന് പറയും നമ്മൾ, അതിനെ ശുദ്ധ അഹങ്കാരത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ശുദ്ധ അഹങ്കാരത്തിലേക്ക് മാറ്റുമ്പോൾ ഈഗോ ലെവൽ കുറയുന്നതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ ഈഗോ ലെവൽ കൂടുതലോ കുറവോ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അത് അളക്കാനുള്ളതായിരിക്കുന്ന തെർമോമീറ്റർ ആണ്. എനിക്ക് പെട്ടെന്ന് അപമാനിതരാവുന്ന ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ, അതോ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ? ഇത് രണ്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ ഇൽ ഫീലിംഗ് വരും. ദേഷ്യത്തിൻ്റെ വേറൊരു ഭാവം, ഒന്ന് സങ്കടം, മറ്റൊന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് പ്രകടമാക്കുന്നത്. ഇതിലേത് വന്നാലും നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് മാറ്റാൻ പറ്റാത്ത രീതിയിൽ മനസ്സിൽ അള്ളിപ്പിടിക്കുന്ന ചിന്തകളുടെ രൂപത്തിൽ നെഗറ്റീവും അതോ വ്യർത്ഥ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മൂന്നാമത്തെ ശബ്ദം ടെൻഷനിൽ നോക്കിയ N ആണ്. N ഫോർ നെഗറ്റിവിറ്റി ആണ്. എപ്പോഴാണോ ദേഷ്യം വരുന്നത്, ഈഗോ വരുന്നത്, സങ്കടം വരുന്നത്, തുടർച്ചയായ മനസ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ മാറ്റാൻ വിചാരിച്ചാലും പറ്റാതെ വീണ്ടും എന്നാലും പറഞ്ഞു പോയല്ലോ, എന്നാലും ചെയ്തു പോയല്ലോ, ഒന്നുകിൽ ഞാൻ അങ്ങനെ പെരുമാറിയല്ലോ, അല്ലെങ്കിൽ എന്നോടങ്ങനെ പെരുമാറിയല്ലോ, ഈ ഏതെങ്കിലും രീതിയിലതായിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളും വ്യർത്ഥ ചിന്തകളും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഏകാഗ്രത നോക്കിയാൽ അതുവരെ 100% ആയിരുന്നുവെങ്കിൽ അപ്പോൾ ഒരു 50% കുറയും. നിങ്ങൾക്ക് അപ്പോഴും അതിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ സംശയം വേണ്ട, അത് 25% കുറയാൻ തുടങ്ങും. ഒരു ദിവസം 4 പ്രാവശ്യം നിങ്ങൾ ദേഷ്യപ്പെട്ടു എങ്കിൽ അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ
ഒരു 10-20% ചുരുങ്ങിയെന്ന് ഉറപ്പിച്ചോളൂ. അത്രയും വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മുടെ ടെൻഷൻ്റെ അനുബന്ധമായിട്ടുള്ള വരുന്ന നെഗറ്റിവിറ്റി. അതുകൊണ്ട് T ഫോർ ടെമ്പർ ടാൻഡർ ആണ്, E ഫോർ ഈഗോ എന്ന് ചിലർത്തം നമ്മുടെ ദുരഭിമാനം, N ഫോർ നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റിയിലെല്ലാം വരും കേട്ടോ, നെഗറ്റീവായിട്ട് കാണുക, കേൾക്കുക, ചിന്തിക്കുക. അതുകൊണ്ടാണ് I എന്ന് പറയുന്നത് ഇറിറ്റേഷൻ. നെഗറ്റിവിറ്റി എവിടെ വന്നോ നമ്മുടെ ഉള്ളിനുള്ളിൽ അവർക്ക് പിന്നെ ഒരു പക്ഷേ ബാഹ്യമായിട്ട് എന്നുവെച്ചാൽ ഒരു കാര്യം സംഭവിച്ചു, ഒരാൾ നമ്മളോട് സോറി പറഞ്ഞു, അവരെന്നോട് സോറി പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഓക്കെ സാരല്ല പോട്ടെ എന്ന് പറയും. കാരണം നമ്മൾ ഒന്നിച്ച് പോകേണ്ടതാണ്. റിലേഷൻസ് നമുക്ക് ഇന്നൊരാൾ ദേഷ്യപ്പെട്ട് എന്നോട് മോശമായി പെരുമാറി എന്ന് കരുതിയിട്ട് അതവിടെ കട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ലൈഫാണ്, മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു വീണ്ടും വിചാരമൊക്കെ വരുമ്പോൾ സാരല്ല പോട്ടെ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അവരുടെ കൂടെ മുന്നോട്ട് പോവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മുറിവിനെ ഉണക്കിയിട്ടില്ല എങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങും. ആ ഇറിറ്റേഷൻ വരും തോറും സ്വാഭാവികമായിക്കൊണ്ട് പവർഫുള്ളായിരിക്കുന്ന നെഗറ്റീവ് ഫീലിംഗ് ആണ്, നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് നമ്മളുള്ള ഇറിറ്റേഷനിലൂടെ പുറപ്പെടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അവർ നിങ്ങളോട് ഇത് വേണോ എന്ന് ചോദിച്ചു, നിങ്ങൾ യെസ് പറഞ്ഞു, ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ യെസ് പറയുന്നത് അല്ലെങ്കിൽ ഒരു പറഞ്ഞു, ആ എന്ന് പറയുന്നതിൻ്റെ ആക്കവും തൂക്കവും ഭയങ്കര വ്യത്യാസമായിരിക്കും. ആ യെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശരി എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എടുത്തോ ചെയ്തോ ഇങ്ങനെ കൊച്ചു കൊച്ചു ആൻസേഴ്സ് ആണെങ്കിൽ പോലും ആ ആൻസറിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കുന്നതായിരിക്കുന്ന എനർജി ലെവൽ നോക്കിയാൽ ഒന്നുകിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നെവർ മൈൻഡ് ആയ പോലെ ആയിരിക്കും. ഇങ്ങനെ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സുകൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ്റെ പ്രകടനം. അതുകൊണ്ട് അതൊരു ഹൈലി നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സംബന്ധങ്ങളുള്ളിൽ അല്ലെങ്കിൽ ആർക്കൊപ്പം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്ഥലത്ത് ആ സമയത്ത് അവിടുത്തെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അങ്ങ് ഹൈ ആയി പോകും. നെഗറ്റീവ്ലി ഹൈ ആയി പോകുമ്പോൾ നമ്മൾ ഒരാളോട് ഇറിറ്റേറ്റീവായിട്ട് പെരുമാറിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഒഫൻസീവ് നേച്ചർ, അതായത് ഒരു കാലമായിരുന്നൊരു തെറ്റ് സംഭവിച്ചു, അവർ സോറി പറഞ്ഞു, കഴിഞ്ഞുപോയ കാര്യത്തിന് നമുക്കാർക്കും തിരിച്ചു കൊണ്ടുപോയിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ഒരൊറ്റ ഓപ്ഷൻ എന്തേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നോട് ക്ഷമിക്കൂ എന്ന് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ. അവർ ആന്തരികമായിട്ട് ഹൃദയംഗമമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത് നമുക്ക് ഫീൽ ചെയ്താൽ. അഥവാ ഇനി അല്ലാന്നുണ്ടെങ്കിൽ പോലും ഓപ്ഷൻ എന്തേ ഉള്ളൂ, ഒന്നിച്ചു പോയേ പറ്റൂ. ഒന്നിച്ചു പോകേണ്ടത് ആരുടെ കൂടെ ആവശ്യമാണ്? അത് എൻ്റെ കൂടെ ആവശ്യമാണ്. ഉദാഹരണം ഫാമിലിയാണ്, രണ്ടാൾ തമ്മിലൊരു പ്രോബ്ലം ഉണ്ടായി. ആ പ്രോബ്ലം ഉണ്ടായ ശേഷം നമ്മുടെ ഫാമിലി ഒത്തുപോകുക എന്നുള്ളത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചിന്തിച്ചു നോക്കിയേ, എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ്, ഇതെൻ്റെ ഓഫീസാണ്, എൻ്റെ സ്റ്റാഫാണ്. എനിക്ക് ഒന്നിച്ചു പോകുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, നമ്മുടെയും കൂടെ ആവശ്യമാണ്. അപ്പം എനിക്ക് ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ആ ഇറിറ്റേഷൻ ഇല്ലാതാക്കത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ ഈവൻ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യാറുള്ള ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് എൻ്റെ ഒരു ഡയറി ഉണ്ട്, ഭഗവാന് കത്തെഴുതുന്ന ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിലുള്ള ഞാൻ ഈശ്വരൻ്റെ അടുത്ത് അപ്പം തന്നെ പറയും, എനിക്കിതാ ഇങ്ങനെയൊക്കെ ഉണ്ടായി, വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ട്, നീ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി കൊടുത്തു കഴിയുമ്പോൾ മനസ്സങ്ങ് കാമാവും. അതിൻ്റെ ആ ഒരു ഫീലിംഗ് പാർട്ട് അവിടെ അങ്ങ് കട്ടാവും. ആ ഫീലിംഗ് പാർട്ട് കട്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഇറിറ്റേഷൻ ഇല്ലാതെ നമുക്ക് പെരുമാറാൻ പറ്റും. ഇറിറ്റേഷൻ ഇല്ലാതെ നമുക്ക് പെരുമാറാൻ പറ്റിയാൽ ഒരു സംശയവും വേണ്ട, മറ്റേ ഭാഗത്തുനിന്നുള്ള ഒഫൻസീവ് നേച്ചർ ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒഫൻസീവ് നേച്ചർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തിനും ഏതിനും എതിർക്കുക. അത് നല്ല കാര്യമായിരിക്കാം, പക്ഷെ നമ്മൾ പറയില്ലേ ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതൊക്കെ കൂട്ടുന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ അവർ പറയുന്ന കാര്യത്തിനൊക്കെ വേണമെങ്കിലും നമ്മൾ എതിർത്തു പോകും, അഥവാ നമ്മളോട് അവർ എതിർത്തു പോകും. ഇതേത് ഭാഗത്തുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഒരാൾ നമ്മൾ പറയുന്ന കാര്യത്തിന് അനാവശ്യമായിട്ട് എതിർത്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞാലും എൻ്റെ കർമ്മത്തിൽ ആ രീതിയിൽ ഒരു എതിർപ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഇവരെ എന്നോട് പുറമെ പറഞ്ഞിട്ടേ ഉള്ളൂ. ചിലപ്പോൾ പറയുകയും ചെയ്യും, ഓപ്പണായി പറയാൻ പറ്റുന്നവരാണെങ്കിൽ, നോക്ക് നിങ്ങൾ പറയാനൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞു, ഇല്ല എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ എനിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. അഥവാ പറയാനുള്ള ഫ്രീഡം ഇല്ലാത്തവരാണെങ്കിലോ അവരുടെ ഉള്ളിലും അത് ഒതുക്കി വെച്ചുകൊണ്ടായിരിക്കും അവർ പെരുമാറുന്നത്. പക്ഷേ രണ്ട് ഭാഗത്തും പുറമേ വാക്കുകളുടെ സ്വീറ്റ്നെസ് ക്രിയേറ്റ് ചെയ്താൽ പോലും അഥവാ മാനേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വൈബ്രേഷൻ അത് ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഡേ ബൈ ഡേ അത് കൂടുകയുള്ളൂ, കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് എഗെയിൻ അവിടെ സെൻസിറ്റിവിറ്റി വരുന്നത്.
മനസ്സിലായോ? സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ അർത്ഥം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വലുതാക്കി മാറ്റുക. നമ്മൾ പറയില്ലേ, എന്തിനാ ഈ ചെറിയ കാര്യമല്ലേ ഉള്ളൂ, ഇത്ര ഊതിപ്പെരിപ്പിക്കാനുള്ള കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാര്യമുണ്ടോ? കാര്യം വലുതായത് കൊണ്ട് ദേഷ്യപ്പെട്ടു പോകുമല്ല, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ആ ദേഷ്യം ഉണ്ടല്ലോ, അത് ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വോൾക്കാനോ എങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഉരുകി നിൽക്കുന്ന ലാവ അത്രയും ഹീറ്റ് അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു ഹോള് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചൊരു സോഫ്റ്റാണ്, അവിടുത്തെ പ്രഷർ കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞു എന്ന് കാണുമ്പോൾ അത് പൊട്ടിയിട്ട് വോൾക്കാനോ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻസിറ്റീവ് ക്യാരക്ടറാവും. അവിടെ വീണ്ടും നമുക്ക് എല്ലാത്തിനും എതിർക്കുന്ന, എന്തിനും ഏതിനും കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് ആ കാര്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറായില്ല എങ്കിൽ ആ പരിതസ്ഥിതി നമ്മളെ പൂർണ്ണമായിട്ടും ഓരോ ദിവസം കഴിയും തോറും കാണാം അന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വലുതായി അത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു വീടിൻ്റെ ഉള്ളിൽ രണ്ടാൾ, ഒരു ഓഫീസിൽ ഒരു ജോലി സ്ഥലത്ത് രണ്ടാൾ ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ ഒരിക്കലും ഈ നെഗറ്റീവ് വൈബ്രേഷൻ അവർ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അവിടെ നിന്ന് മറ്റുള്ള ആളുകളിലേക്കും സ്പ്രെഡ് ആവും. അത് ഓഫീസിലാണെങ്കിലും അങ്ങനെ സംഭവിക്കും, വീട്ടിലാണെങ്കിലും സംഭവിക്കും. ചില ആളുകൾ പക്ഷം ചേരാൻ തുടങ്ങും, ചില ആളുകൾ രണ്ട് ഭാഗവും കത്തിച്ചുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനും തുടങ്ങും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന നേച്ചർ സംഭവിച്ചു പോകുമ്പോൾ ആ സെൻസിറ്റീവ് ആയിരിക്കുന്ന നേച്ചർ നമ്മുടെ അടുത്ത് വരും. എഗെയിൻ അത് നെഗറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ അർത്ഥം ശരിക്കും പറഞ്ഞ ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അശാന്തമായ മനസ്സിൻ്റെ പ്രകടനമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു തവ ചൂടായി നിൽക്കും പോലെയാണ്. തവ ചൂടായി നിൽക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം തെറിച്ചു കൊടുത്താൽ അത് കൊണ്ട് അങ്ങോട്ട് ശബ്ദത്തിൽ പോകണം, നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ നല്ല കാര്യങ്ങൾ ആ സമയത്ത് കേട്ടാൽ പോലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പരിതസ്ഥിതി നമ്മൾ പൂർണ്ണമായിട്ട് കീഴടക്കാൻ തുടങ്ങും. അതുകൊണ്ട് പരമാത്മ മഹാവാക്യം ഞാൻ ഓർത്തു പോകും, പരിതസ്ഥിതികളെ നിങ്ങൾ പരസ്ഥിതി എന്ന് മനസ്സിലാക്കൂ. കാരണം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഒരു ആക്ടർക്ക് ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നു? അയാൾക്കറിയാം ഇത് ഞാനല്ല, പക്ഷേ ഈ കാര്യം ഇങ്ങനെയൊക്കെയാണ് മാക്സിമം സംഭവിക്കാൻ പോകുന്നത് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൻ്റെ മാക്സിമം ആയിട്ടുള്ള രീതിയിൽ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം ആ കോൺഷ്യസ് ലെവലിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഡയറക്ടർ ആക്ട് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ മാക്സിമം നന്നായിട്ട് ആക്ട് ചെയ്തിട്ട് അത് ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയുന്നു. ഇതാണ് പരസ്ഥിതിയും പരിസ്ഥിതിയും. അപ്പോൾ പരിസ്ഥിതി എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ അതിനുള്ള അടിമയായി പോവുകയാണ്. അടിമയായി പോകുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് പാർട്ട് ആ രീതിയിൽ ഇമോഷണലി ചാർജായി പോകും. ഇമോഷണലി ചാർജായി പോകുന്ന ഫീലിംഗ് പാർട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, കൺട്രോൾ ഇല്ലാതെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതേസമയം സിറ്റുവേഷൻസ് അഥവാ പരിതസ്ഥിതികൾ ഇതൊരു പരസ്ഥിതിയാണ്, മീൻസ് ഞാനൊരു ആക്ടറാണ് എന്ന ഫീലിങ്ങോട് കൂടിയിട്ട് ആ കാര്യത്തെ കാണുന്ന സമയത്ത് സ്വസ്ഥിതി അഥവാ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, നമുക്ക് സ്വയം നമ്മൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള മനോചിത്രത്തിൻ്റെ ഉള്ളിൽ ശാന്തമായ ശക്തിശാലിയായിട്ടുള്ള പേഴ്സണാലിറ്റി, ഇതൊരു സിറ്റുവേഷൻ മാത്രം ഞാൻ അതിനെ ഓവർകം ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ പറ്റും. മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ പറയുമ്പോൾ പതുക്കെ എന്ത് വരുമ്പോഴും ഇതും കടന്നു പോകുന്ന ഒരു സാഹചര്യമല്ലേ ലെറ്റ് ഇറ്റ് ബി. അല്ലെങ്കിൽ ചിന്തിക്കുക, ഈ ലോക നാടകത്തിൽ ഞാനൊരു അഭിനേതാവ് മാത്രമല്ലേ, ഈ ഭാഗം ഞാൻ നന്നായിട്ട് അങ്ങ് ആക്ട് ചെയ്യുന്നു, കഴിഞ്ഞു പോട്ടെ. ഇപ്പോൾ ചീത്ത കേൾക്കുന്ന റോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലെറ്റ് ഇറ്റ് ബി. അല്ലെങ്കിൽ ഒരാളിനോട് ദേഷ്യപ്പെടുന്ന റോളാണ് നടക്കുന്നത്, ലെറ്റ് ഇറ്റ് ബി. ഇത് റോളാണെന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഭിന്നമാണെന്നൊരു ഫീൽ വരും. അങ്ങനെ നമ്മുടെ സെൽഫ് റിയലൈസേഷൻ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഞാനാണെന്ന് പറയുമ്പോൾ ചീത്ത പറയുന്ന ആൾ ഓട്ടോമാറ്റിക്കലി അവരുടെ എനർജി ലെവൽ ഹൈ ആക്കി മാറ്റും. നെഗറ്റീവ്ലി ആണെങ്കിൽ പോലും നമ്മുടെ പോസിറ്റീവ് ചാർജ് കുറഞ്ഞു വരും. അതേസമയം ഒരു ആക്റ്റീവ് ആയിരുന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ ലെവൽ വരും. അവിടെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവിൻ്റെ പ്രഭാവം കുറയും. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ടെൻഷൻ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ആയിക്കോട്ടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി, എനിക്ക് കുറച്ചധികം ചിന്തിച്ചിട്ട് ഈ കാര്യത്തെ നന്നാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ടെൻഷൻ അടിക്കും തോറും നിങ്ങൾക്കറിയാലോ, ഇല്ലാത്ത രോഗങ്ങൾ പോലും ഉണ്ട് എന്ന് വിചാരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരാറുണ്ട്. ഒരു കാര്യം അങ്ങനെ അവരെന്നോട് പറയുമോ, അവരെന്നോട് ചെയ്യോ എന്ന ഫീല് പലതവണ ആവർത്തിച്ചു പോയാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോകും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സിനെയൊക്കെ കൊന്നുകൊണ്ട് പോസിറ്റീവായിട്ട് ചാർജ് ആവാൻ വേണ്ടി ആ കാര്യം എപ്പോഴൊക്കെ വരുന്നു, ഞാൻ മുന്നൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അങ്ങനെ ഭയം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ നെഗറ്റീവ് തോട്ട്സ് വരികയാണെങ്കിൽ പ്രാർത്ഥനയിലേക്ക് മാറ്റൂ, ഭഗവാനിലേക്ക് മനസ്സർപ്പിക്കൂ.
മറ്റൊന്ന്, ഒരിക്കൽ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ മോശമായ കാര്യമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിഷമിപ്പിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക, മുറിച്ചവർ മുറിച്ചു പോയി കഴിഞ്ഞു. ഞാൻ വീണ്ടും വീണ്ടും മുറിച്ച് എൻ്റെ വേദന കൂട്ടിക്കൊണ്ട് ഞാൻ എന്നെ മോശമാക്കില്ല. അതുകൊണ്ട് ആ നിമിഷം വെച്ച് എന്നെ ആരെങ്കിലും മുറിച്ചാലും ഞാൻ ഇത് ഹീൽ ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് ഓപ്പോസിറ്റായ സിറ്റുവേഷന് അനുബന്ധമായിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് മനസ്സിനെ ഭഗവാനിലേക്ക് ആക്കുക. ആ ഹൈലി പോസിറ്റീവ് തോട്ട്സും ഈശ്വരൻ്റെ സ്മൃതിയും കൂടെ കൂട്ടിച്ചേർത്താൽ എല്ലാ നെഗറ്റീവിനും നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. അതാണ് നമുക്ക് തവരെ മേലെ തെളിക്കാനുള്ളതായിട്ടുള്ള വെള്ളം. എന്താണ്? മെഡിറ്റേഷനിലൂടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സിന് അഫർമേഷൻ. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ. പതുക്കെ ആ തോട്ട് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്, അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും വിജയിയായിട്ടുള്ള ആത്മാവാണ്, ഇങ്ങനെയുള്ള ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ ആദ്യം വിത്ത് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള മനസ്ഥിതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ റിയാലിറ്റീനെ മനസ്സിലാക്കി പോസിറ്റീവ് തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്യുകയും അഫർമേഷനിലൂടെ മനസ്സിൻ്റെ മേലെ കൺട്രോൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ടെൻഷന് മേലെ അതിജീവിക്കണം. ശാന്തമായ മനസ്സോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മളും ഏറ്റവും ഭാഗ്യശാലിയായി മാറും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.